فقاتل في سبيل الله لا تكلف إلا نفسك وحرض المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا ഫഖാതിൽ ആകയാൽ താങ്കൾ പോരാടുക ഫീ സബീലില്ലാഹ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക ലാ തുകല്ലഫു ഇല്ലാ നഫ്സക് താങ്കളോട് കൽപ്പിക്കപ്പെടുന്നില്ല താങ്കളുടെ കാര്യമല്ലാതെ വഹർരിദിൽ മുഅ്മിനീൻ താങ്കൾ സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുക അസല്ലാഹു അൻ യകുഫ ബഅസല്ലദീന കഫറൂ അല്ലാഹു അടുത്തു തന്നെ നിഷേധികളുടെ പോരാട്ടത്തെ തടഞ്ഞു നിർത്തിയേക്കാം വല്ലാഹു അശദ്ദു ബഅസാ അല്ലാഹു വളരെ ശക്തമായി പോരാടുന്നവനാകുന്നു വഅശദ്ദു തൻകീല വളരെ കഠിനമായി ശിക്ഷിക്കുന്നവനുമാകുന്നു. ഈ ആയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അവസാനത്തെ ആയത്താണ്. ഏതാണ്ട് 2 പേജുകൾക്ക് മുമ്പ് യാ അയ്യുഹല്ലദീന ആമനൂ ഖുദൂ ഹിദ്റകും ഫൻഫിറൂ സുബാത്തിൻ അവിൻഫിറൂ ജമീഅ അല്ലാഹു അറിയിച്ചു, നിങ്ങൾ പടച്ചവൻ്റെ മാർഗത്തിൽ ജാഗ്രതയോടെ നിലയുറപ്പിക്കുകയും എല്ലാ നിലയിലും പോരാട്ടത്തിന് സജ്ജമാകുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. ഈ ആയത്ത് അവതരിക്കാനുണ്ടായ പശ്ചാത്തലവും വിവരിക്കപ്പെട്ടു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിന് ശേഷം ഒരു പോരാട്ടത്തിന് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ഉഹദ് യുദ്ധത്തിലെ നാശനഷ്ടങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് ചിലർ പുറപ്പെടാൻ ചെറിയ വൈമനസ്യം കാണിച്ചു. ഈ സമയത്താണ് ഈ ആയത്തിറങ്ങിയത്. ഫഖാതിൽ ഫീ സബീലില്ലാഹ് താങ്കൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക. പോരാടേണ്ടി വരുന്ന സമയത്ത് പോരാടേണ്ടതുപോലെ പോരാടുക. ലാ തുകല്ലഫു ഇല്ലാ നഫ്സക് താങ്കളുടെ ഉത്തരവാദിത്തം മാത്രം നോക്കേണ്ട ബാധ്യതയെ താങ്കൾക്കുള്ളൂ. ഒരു ഭാഗത്ത് താങ്കൾ ജിഹാദിന് വേണ്ടി പുറപ്പെടുക. വഹർരിദിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുക. ആരെങ്കിലും കൂട്ടത്തിൽ വരട്ടെ വരാതിരിക്കട്ടെ, താങ്കൾക്ക് ഒരു കുഴപ്പവുമില്ല, നഷ്ടവുമില്ല. ലാ തുകല്ലഫു ഇല്ലാ നഫ്സക വഹർരിദിൽ മുഅ്മിനീൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പാലിച്ചു. സഹാബാക്കളോട് പറഞ്ഞു, ഉഹദിൻ്റെ അവസാനം നടത്തപ്പെട്ട ശത്രുക്കളുടെ വെല്ലുവിളിക്ക് മറുപടിയായി നാം നൽകിയ ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബദറിലേക്ക് പുറപ്പെടുകയാണ്, നിങ്ങൾ വന്നാൽ നന്നായിരിക്കും, എന്താണെങ്കിലും ഞാൻ പോകുന്നു. സഹാബികളെല്ലാവരും കൂട്ടത്തിൽ പോകുകയുണ്ടായി. മറുഭാഗത്ത് ശത്രുക്കൾക്ക് വലിയ ഭയം വന്നു. അവരാരും ബദറിലേക്ക് വന്നതുമില്ല.
സഹാബികൾ അവിടെ പോയി ധാരാളം കച്ചവടങ്ങൾ നടത്തി സന്തോഷത്തോടെ മടങ്ങി. ഫഖാതിൽ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ താങ്കൾ പോരാടുക. ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്, താങ്കളുടെ കർത്തവ്യം താങ്കളുടെ കാര്യം മാത്രം നോക്കലാണ്. താങ്കളുടെ ദൗത്യം നിർവഹിക്കാൻ. ഒന്ന്, താങ്കൾ ആവശ്യ സമയങ്ങളിൽ ജിഹാദിന് വേണ്ടി പുറപ്പെടിൻ, ജനങ്ങളോട് പുറപ്പെടാൻ പ്രേരിപ്പിക്കും. വഹരിദുൽ മുഅ്മിനീൻ, നിഷേധികൾക്കെതിരിൽ അക്രമികൾക്കെതിരിൽ പോരാടാൻ സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കും. അസല്ലാഹു അൻ യകുഫ ബഅസല്ലദീന കഫറൂ. ശേഷം അള്ളാഹു പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നു. താങ്കൾ ജിഹാദിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കിൻ, കൂട്ടുകാരെ പ്രേരിപ്പിക്കിൻ. അവർ വരട്ടെ വരാതിരിക്കട്ടെ, താങ്കളൊരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹു അടുത്ത് തന്നെ നിഷേധികളുടെ ശത്രുതയും അവരുടെ പോരാട്ടവും അവരുടെ രണോത്സുകതയും പിടിച്ചു നിർത്താൻ സാധ്യതയുണ്ട്. ഇതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിലെ പോരാട്ടം അനന്തമായി തുടരാനും അല്ലെങ്കിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുമുള്ളതല്ല. ഏതെങ്കിലും രീതിയിൽ ശത്രുക്കൾ പിന്മാറി അല്ലെങ്കിൽ അവർ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ മുന്നോട്ട് വന്നു, ഇവിടെ നമ്മൾ പ്രശ്നവുമായി വീണ്ടും നീങ്ങുകയില്ല. ഇതേ കാര്യം സൂറത്തുൽ മുംതഹിനയിൽ അല്ലാഹു തആല കൂടുതൽ വ്യക്തമായി പറയുന്നുണ്ട്. അവിടെയും ഇതുപോലെ ശത്രുക്കൾക്കെതിരെ ജാഗ്രത പുലർത്താനും കടുത്ത സമീപനം സ്വീകരിക്കാനും പറഞ്ഞു കഴിഞ്ഞ് അല്ലാഹു പറയുന്നു, അസല്ലാഹു അൻ യജ്അല ബൈനകും വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദ വല്ലാഹു ഖദീർ. അല്ലാഹു നിങ്ങളുടെയും നിങ്ങളുടെ ശത്രുക്കളുടെയും ഇടയിൽ സ്നേഹങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇത് ഇസ്ലാമിലെ പോരാട്ട നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. ആരെങ്കിലും ശത്രുത ആരംഭിച്ചാൽ പിന്നീട് യാതൊരു നിയന്ത്രണവുമില്ലാതെ കടുത്ത ശത്രുതയാണ്. ഓർക്കണം, ശത്രുത ആവശ്യത്തിനാണ്, മരുന്നാണ്. അതിൻ്റെ ലക്ഷ്യം പ്രശ്നങ്ങൾ തീർക്കലാണ്. പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഒന്നാകാനും നന്നാകാനും നല്ല സാഹചര്യത്തിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സൂറത്തിൻ്റെ അടിസ്ഥാന വിഷയത്തിലേക്ക് നമ്മൾ മടങ്ങണം. കുടുംബ വഴക്കുകൾ ഉണ്ടാകുന്നു, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നത വരുന്നു. ഇനി ഒരിക്കലും നന്നാകുകയില്ല, നന്നാകേണ്ടതില്ല, നന്നാകാൻ പറ്റുകയില്ല എന്ന തീരുമാനങ്ങളൊന്നും എടുത്തുകൊണ്ട് നിങ്ങൾ ആ പ്രശ്നത്തെ രൂക്ഷമാക്കരുത് കേട്ടോ. അസല്ലാഹു അൻ യജ്അല ബൈനകും വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദ. കടുപ്പം കാണിക്കുന്ന ഭർത്താവെ, കടുപ്പം കാണിക്കുന്ന ഭാര്യയെ, കടുപ്പം കാണിക്കുന്ന കുടുംബത്തിലെ സഹോദര സഹോദരി, നിങ്ങൾ ആരോടാണോ കടുപ്പം കാണിക്കുന്നത് അവർ നന്നാകാനും ശേഷം നിങ്ങൾക്കിടയിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ബന്ധം ശക്തമാകാനും സാധ്യതയുണ്ട്. അന്ന് കൈകടിക്കാൻ സാധ്യതയുള്ള വളിപ്പുകളൊന്നും ബ്ലണ്ടറുകളൊന്നും പോരാട്ടത്തിൻ്റെ സമയത്ത് നിങ്ങൾ കാണിക്കരുത്. തുറന്നു പറയുകയാണ്, ഇന്നൊരു പ്രശ്നം വരുന്നു. ആദ്യത്തെ ആരോപണം
ഭാര്യ പറയുന്ന ആരോപണം ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ട്. അതുപോലെ ഭർത്താവ് പറയുന്ന ആദ്യത്തെ ആരോപണം ഈ പെണ്ണിന് വേറെ ആളുകളുമായി ബന്ധമുണ്ട്. അതിനുശേഷം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. നിങ്ങൾ ആ പണ്ട് പറഞ്ഞ ആരോപണം എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും? അതുകൊണ്ട് വളരെ സൂക്ഷ്മത വേണം. ഇവിടെയും അള്ളാഹു അതാണ് പറയുന്നത്, അസല്ലാഹു അൻ യകുഫ ബഅസല്ലദീന കഫറു. അള്ളാഹു നിഷേധികളുടെ കടുപ്പത്തെ, യുദ്ധത്തെ തടഞ്ഞു നിർത്താൻ സാധ്യതയുണ്ട്. വല്ലാഹു അശദ്ദു ബഅസൻ വഅശദ്ദു തൻകീലാ. ഇനി അവർ പിന്മാറിയില്ല, പിന്മാറാതെ ശത്രുതയിൽ ഉറച്ചു നിൽക്കുകയാണ്. അക്രമങ്ങളുമായി മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ അവരും നിങ്ങളും മനസ്സിലാക്കണം, വല്ലാഹു അശദ്ദു ബഅസാ. അള്ളാഹു വളരെ കഠിനമായി പോരാടുന്നവനാണ്. അള്ളാഹുവിൻ്റെ നിയമാതിർത്തികളെ ലംഘിക്കുകയും പ്രശ്നങ്ങളുമായി മുമ്പോട്ട് നീങ്ങുകയും അക്രമങ്ങളുടെ പുതിയ പുതിയ പാഠങ്ങൾ രചിക്കുകയും ചെയ്യുന്നവരെ പടച്ചവൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നവനാണ്. വഅശദ്ദു തൻകീല. അല്ലാഹു തആല കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. പടച്ചവൻ്റെ ശിക്ഷയെ സൂക്ഷിക്കണം. അക്രമം കാണിക്കുന്ന മുഴുവൻ അക്രമികളും പേടിക്കണം. ആ അക്രമം നിങ്ങളിൽ നിന്നാകട്ടെ മറ്റുള്ളവരിൽ നിന്നാകട്ടെ. വല്ലാഹു അശദ്ദു ബഅസൻ വഅശദ്ദു തൻകീല. ചുരുക്കത്തിൽ ഈ ആയത്തൊരു പ്രത്യേക സാഹചര്യവുമായി ഇറങ്ങിയതാണ്. എപ്പോഴും പോരാട്ടത്തിന് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ആരും കൂട്ടത്തിലില്ലെങ്കിലും ഒറ്റയ്ക്കിറങ്ങി പുറപ്പെടണമെന്നോ ഒരിക്കലും ഈ ആയത്തുമായി അതിന് ബന്ധമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഹാബത്തിനെ വിളിച്ചപ്പോൾ അവർ ഉഹദിൽ വലിയ വേദനകൾ അനുഭവിച്ചതുകൊണ്ട് സ്വാഭാവിക ബുദ്ധിമുട്ട് അവരറിയിച്ചു. അതിനെ തുടർന്ന് ഈ ആയത്തിറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങി. അവരെല്ലാവരും നല്ല മനസ്സോടെ വരാനും സന്നദ്ധമായി. അള്ളാഹു വിജയം നൽകുകയും ചെയ്തു. അസല്ലാഹു അൻ യകുഫ ബഅസല്ലദീന കഫറു വല്ലാഹു അശദ്ദു ബഅസൻ വഅശദ്ദു തൻകീലാ.